മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ സംസ്കാരത്തിൽ ക്ഷേത്രങ്ങൾക്കുള്ള സ്ഥാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ സനാതനധർമ്മം ആരംഭിക്കുന്ന കാലത്ത് അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ ഹോമിച്ച് നടത്തുന്ന വൈദിക ആരാധന മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. പിൽക്കാലത്ത് വേദങ്ങൾ പഠിക്കാനും വൈദിക ആരാധനയുടെ കാഠിന്യം വളരെ കൂടുതലായതുകൊണ്ട് സാർവത്രികമാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പൗരാണിക ആരാധന വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്ന ആരാധിക്കുന്ന സമ്പ്രദായം വന്നു. ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനം എന്ന രീതിയിൽ ക്ഷേത്രങ്ങളും ഗ്രാമാധിപൻ എന്ന നിലയിൽ ക്ഷേത്രത്തിലെ ഈശ്വര സങ്കല്പം വിഗ്രഹവും വളർന്നു. ആ ക്ഷേത്രത്തിലെ ദേവത ഗ്രാമാധിപനായി, ക്ഷേത്രം ഗ്രാമത്തിൻ്റെ തലസ്ഥാനമായി. ക്ഷേത്രങ്ങൾ പണ്ട് മുതൽക്ക് അറിയപ്പെട്ടിരുന്നത് തന്നെ പള്ളി എന്ന രീതിയിലായിരുന്നു ഭാരതത്തിൽ. ആ ക്ഷേത്രങ്ങൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒത്തുചേരാനും ദുഃഖം പങ്കുവയ്ക്കാനും സന്തോഷം പങ്കുവയ്ക്കാനും ക്ഷേത്രകലകളും ക്ഷേത്രാനുഷ്ഠാനങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും നരവംശാസ്ത്രവും എല്ലാം ഒത്തുചേരാനും അവയെ എല്ലാത്തിനെയും ചൈതന്യവത്താക്കാൻ കുറേയെല്ലാം ആത്മീയതയും ചേർന്നൊരു കേന്ദ്രമായി. ആ ക്ഷേത്രങ്ങളോട് ചേർന്ന കെട്ടിടത്തിന് പള്ളിക്കൂടം എന്ന് പേര് വന്നു. വിദ്യാലയം കേരളത്തിൽ നോക്കിയാൽ അറിയാം, മിക്കവാറും പ്രധാനപ്പെട്ട ജില്ലകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം ക്ഷേത്രവും കേന്ദ്രീകരിച്ചിട്ടാണ് വികസിച്ചത്. തൃശ്ശൂര് വികസിച്ചത് വടക്കുംനാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗുരുവായൂര് ഒരു അമ്പലത്തിനെ കേന്ദ്രീകരിക്കുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കേന്ദ്രീകരിക്കുന്നു. കൊല്ലം ഒരു പരിധിവരെ ആനന്ദവല്ലീശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശബരിമല, ചോറ്റാനിക്കര, അതുപോലെ തന്നെ കോഴിക്കോട് ക്ഷേത്രങ്ങളൊക്കെ നോക്കിയാൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ഒരു ഗ്രാമം വളരുന്നു, ഒരു വലിയ പട്ടണമുണ്ടാകുന്നു. അത് വികസിച്ച് വികസിച്ച് വലിയ കേന്ദ്രമായി മാറുന്നു. പക്ഷെ ക്ഷേത്രത്തിനൊരു ലക്ഷ്യമുണ്ട്. മനുഷ്യന് നന്മ വരുത്തുന്ന ആത്മീയ കേന്ദ്രത്തിന് മനുഷ്യൻ്റെ സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, അഗ്രികൾച്ചറൽ ഗ്രോത്ത്, ഇതെല്ലാം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വിഷു എന്ന് പറയുന്നത് തന്നെ ഒരു കാർഷിക ഉത്സവമാണ്, എല്ലാവർക്കും അറിയാം. ഓണവും വിളയെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ്. അമ്പലങ്ങളിലേക്ക് നേരിട്ട് അതിന് ബന്ധമുണ്ട് താനും. അപ്പോൾ ആ ക്ഷേത്രങ്ങൾക്ക് പരമമായ ലക്ഷ്യം മനുഷ്യൻ്റെ സമഗ്രമായ വികസനത്തിൽ ആത്മീയത ഒരു സിമൻ്റ് പോലെ ചേർക്കുക. ക്ഷേത്രത്തിനൊരു സംസ്കാരമുണ്ട്. ആ ക്ഷേത്ര സംസ്കാരം ആ പ്രദേശത്തെ ജനതയുടെ റിഫ്ലക്ഷനാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. ക്ഷേത്രകലകൾ അനവധി ഇവിടെയുണ്ട്. ക്ഷേത്രാനുഷ്ഠാനങ്ങൾ, ദേവപ്രശ്നം, പ്രതിഷ്ഠ, ഉപദേവതാ പ്രതിഷ്ഠ,
മന്ത്ര തന്ത്ര യന്ത്രാദി കാര്യങ്ങൾ ഇവയെല്ലാം കേരളത്തിലെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അസാധാരണമാം വിധത്തിൽ വളരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തികളും ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലും പുനഃപ്രതിഷ്ഠയിലും ക്ഷേത്ര ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു. അടുത്ത കാലത്തൊരു പ്രദേശത്ത് ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ വലിയൊരു നടപ്പന്തൽ ഉണ്ടാക്കണം. 6 ലക്ഷം രൂപയോ മറ്റോ ആണ്. അടുത്തുള്ള സിമൻ്റ് കച്ചവടക്കാരൻ ഒരു ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയുടെ അടുത്ത് ഈ നടപ്പന്തൽ ഉണ്ടാക്കാനുള്ള സിമൻ്റ് കൺസെഷണൽ റേറ്റിന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എത്ര രൂപയുടെ ബഡ്ജറ്റ് ആണെന്ന് അയാൾ ആദ്യം ചോദിച്ചു. എത്രയും ഇപ്പം പറഞ്ഞു 6 ലക്ഷം രൂപയാണ് നടപ്പന്തലിന് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ആ ക്രിസ്ത്യാനി പറഞ്ഞു അത്രേ, അത് ഞാൻ പണിത് തരാമെന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപ മുടക്കിയിട്ട് അദ്ദേഹമാണ് ആ അമ്പലത്തിലെ നടപ്പന്തൽ പണിതത്. കൂത്താട്ടുകുളത്തൊരു ക്ഷേത്രത്തിൽ അമ്പലത്തിലെ ചുറ്റുമതിൽ മുഴുവനും പണിതത് ഒരു മുസ്ലിമാണ്. ഇത് ഞാൻ പറഞ്ഞത് ജാതി മത ഭേദമന്യേ ക്ഷേത്ര കാര്യങ്ങളിൽ നന്മയുദ്ദേശിച്ചും വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചുമാകാം എല്ലാവരും സഹകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്ര വളർച്ചയ്ക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. ക്ഷേത്ര ഉത്സവങ്ങൾക്കും എല്ലാവരും സ്പോൺസർ ചെയ്യുന്നു. അമ്പലം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആരും പുറകോട്ട് പോകാതെ ഉള്ള അവസ്ഥയിൽ സഹായിക്കാൻ ആർക്കും മടിയില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ മറ്റൊരു ദിശയിലേക്ക് പോകുന്നതായിട്ട് കാണുകയുണ്ടായി. അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോയപ്പോൾ പച്ച വാഴയുടെ കുല, പച്ചക്കുല, അത് വലുതായിട്ട് പോലും ഇല്ല. കായ വലുതാവാതെ കരിമ്പച്ച ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത 10-100 വാഴക്കൊലകൾ വാഴയോടുകൂടി വെട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു 10-400 പൂക്കില, തെങ്ങിൻ്റെ പൂക്കിലയും കവുങ്ങിൻ്റെ പൂക്കിലയും പൂക്കൾ വെച്ചിരിക്കുന്ന കണ്ടു. ഈ കേരളം അസാധാരണമാം വിധത്തിൽ ഇലക്ട്രിസിറ്റി വൈദ്യുതി ക്ഷാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അത്യാഡംബരത്തിലൂടെ വിളക്കുകൾ ഇട്ടിരിക്കുന്ന കണ്ടു. ഡീസലിൻ്റെ വിലയും ബാക്കിയെല്ലാം കൂടുമ്പോഴും 24 മണിക്കൂറും ഒരു മനുഷ്യനും ഇല്ലാത്ത വഴികളിൽ പോലും ട്യൂബ് ലൈറ്റ് 1000കണക്കിന് ഇട്ടിട്ടുണ്ട്. ഒരാന പോലും പോകാൻ വഴിയില്ലാത്തൊരു അമ്പലത്തിൽ 4 ആനകളെയാണ് ഇപ്രാവശ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. എത്രയോ പേര് ഭക്ഷണത്തിന് അരിയോ മറ്റ് സ്പോൺസർ ചെയ്യുമ്പോൾ അത് വിഭവ സമൃദ്ധമായ സദ്യ, അമ്പലവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തവർക്ക് വീട്ടിൽ ധാരാളം തിന്നാൻ സൗകര്യമുള്ളവർക്ക് വിഭവ സമൃദ്ധമായ സദ്യ അന്നദാനം എന്ന പേരിൽ. അത് മറ്റൊരിടത്ത് കണ്ടത് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഭർത്താവിന് ഭാര്യ അമ്പലത്തിലെ സദ്യയിൽ നിന്ന് പകർച്ച കൊണ്ടുപോകുന്നൊരു കാഴ്ച കണ്ടു. ശരിക്കു പറഞ്ഞാൽ അമ്പലത്തിൽ തിന്നാൻ വേണ്ടി മാത്രം വരുന്ന 1000കണക്കിന് ആൾക്കാർ. പിന്നെ ചിറയൻകീഴ് ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അനൗൺസ്മെൻ്റാണ്. വെടിക്കെട്ട് മത്സരത്തിന് ഉദാരമായി സംഭാവന ചെയ്യുക. ഒരു വശത്ത് ഉത്തര ഭാഗം അമ്പലത്തിൻ്റെ വടക്കേ ചേരുവാരം, ഇപ്പുറത്ത് തെക്കേ ചേരുവാരം. അപ്പം അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവർ 1000കണക്കിന് 10000കണക്കിന് രൂപ കൊടുക്കുകയാണ്. ഒരു തരത്തിൽ ലോട്ടറി അടിക്കുന്ന മാതിരി, ലേലം വിളിക്കുന്ന മാതിരി. ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് പറപ്പൂക്കാവെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തൃശ്ശൂര്. അവിടുത്തെ പൂരത്തിൻ്റെ ദിവസം റോട്ടിലൂടെ വണ്ടി ഓടിക്കാൻ പല പ്രാവശ്യവും നിയോഗം ഉണ്ടായിട്ടുണ്ട്. റോട്ടിലൂടെ പോകുന്നവർക്ക് പലർക്കും ഉടുതുണി പോലും ഇല്ല, അത്രയും മദ്യപിച്ചിട്ടാണ്. മദ്യത്തിൻ്റെ പരമലഹരിയിലാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതെല്ലാം നടക്കുന്നത് അമ്പലത്തിൻ്റെ പേരിലാണ്. ഇത് പള്ളിയുടെയോ മസ്ജിദിൻ്റെയോ പേരിൽ നടക്കുന്നില്ല.
അപ്പൊ ഈ അമ്പലത്തിന്റെ പേരിൽ അമ്പലവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ അപസ്വരങ്ങൾ വന്നു ചേരുന്നു. ഒരു തരത്തിലെ നശീകരണ പ്രവർത്തനങ്ങൾ. ആ അമ്പലത്തിൽ ബ്രേക്ക് ഡാൻസും ഫ്യൂഷൻ ഡാൻസും സിനിമാറ്റിക് ഡാൻസും മിമിക്രിയും വരുന്നു. അമ്പലത്തിന്റെ ലക്ഷ്യവും ഇപ്പൊ അമ്പലങ്ങളിൽ നടക്കുന്നതും തമ്മിൽ പലപ്പോഴും അനവധി യോജന വ്യത്യാസമുള്ള മാതിരി തോന്നുന്നു. പഞ്ചശുദ്ധിയോടുകൂടി അമ്പലത്തിൽ വന്ന് മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം ഇവയുടെ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രം, ആ ക്ഷേത്രം നാരായണ ഗുരുദേവൻ പറഞ്ഞ കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾക്കകത്തുപോലും നൂറുകണക്കിന് ജനങ്ങൾ ആനകളെ സ്പോൺസർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. എത്രയാ ആനകൾ! കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ പോയി ഗുരുദേവൻ ഇരുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഗുരുദേവൻ പറഞ്ഞു കരിയും കരിമരുന്നും ഒഴിവാക്കണമെന്ന്. ആ ക്ഷേത്രത്തിലെ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് 37 ആനയുണ്ട് ഇവിടെ നിന്നാണ്. ഗുരുദേവനെ ഒരു വശത്ത് ആരാധിക്കുകയും ഗുരുദേവൻ പറഞ്ഞത് ഡേ ലൈറ്റില് ലംഘിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ കുമരകത്ത് ഒരു SNDPയുടെ അമ്പലത്തിൽ പോയിരുന്നു. അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ വെടിമരുന്ന മുരുകന്റെ അമ്പലത്തില് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ആസ്വദിക്കാനോ ചികിട്ടടപ്പിക്കുന്ന ശബ്ദം കേൾക്കാനോ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന രൂപയുണ്ടെങ്കിൽ 1ാം ക്ലാസ് മുതൽക്ക് 7ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ അന്തരീക്ഷത്തിലേക്ക് വിടുന്ന വെടിക്കെട്ടിന്റെ പുകയിലാണ് സെലീനിയവും മറ്റനവധി കെമിക്കൽസും ഉള്ളത്. കേരളത്തിലെ ക്യാൻസർ റേറ്റ് കൂടാൻ ഒരു കാരണം അമ്പലങ്ങളിലെ ഈ വെടിക്കെട്ടാണ്. ഒരു അമ്പലം ജനസമൃദ്ധമാകേണ്ട സ്ഥാനത്ത് ആനയുടെ ശാപം, ആന ഈ പൊരി വെയിലത്തെ 4 കാലിൽ കൂച്ചുവിലങ്ങിട്ട് നിന്ന് അതിന് വേദനിക്കുമ്പോൾ അത് പ്രതികരിച്ച ആൾക്കാരെ കുത്തിക്കൊന്ന് ആ മരിച്ച ആളുടെ ശാപം, മരിച്ച ആളുടെ കുടുംബത്തിലെ ആൾക്കാരുടെ ശാപം, ആ മിണ്ടാപ്രാണിയായ കറുത്ത തൊലിയുള്ള ആനയുടെ ശാപം, ഇത് ഒരു ഈശ്വരനും പറഞ്ഞിട്ടില്ല എനിക്ക് ആനപ്പുറത്ത് കയറണമെന്ന്. ആ ആനയുടെ വേദന അറിയണമെങ്കിൽ ആ അമ്പലത്തിലെ പ്രസിഡന്റിനെയും സെക്രട്ടറിയുടെയും ശരീരത്തിൽ, കമ്മിറ്റി അംഗങ്ങളുടെ ശരീരത്തിൽ കരിയോയിൽ തേച്ച് ഒരു വെയിലത്ത് 1 മണിക്കൂർ സമയം കിടത്തിയാൽ മനസ്സിലാവും. രാത്രിയും പകലും ഈ 4-5 വ്യക്തികളെ പുറത്ത് നിർത്തിയിട്ട് വെള്ളം അടിച്ചുകൊണ്ട് ഭക്തരെന്ന പേരിൽ കുറേ പേര് കാട്ടിക്കൂട്ടുന്നതെല്ലാം ഈ ആനയെ അനുഭവിക്കേണ്ടി വരിക. മിണ്ടാപ്രാണിയായ അത് ഏത് ജന്മത്ത് ചെയ്ത പാപമാണോ ആവോ ഈ ആനയുടെ തടമ്പം വെച്ചുകൊണ്ട് പോകേണ്ടി വരിക. പിന്നെ ആനയുടെ ഓട്ട മത്സരമുണ്ട്. ആനയെ മത്സരിപ്പിച്ച് മനുഷ്യർ സന്തോഷിക്കുക. ഞാൻ TV-യിൽ കണ്ടു ആനയുടെ വാല് പിടിച്ച് 10-15 പേര് ഓടുന്നത്. ഞാൻ ചിലപ്പോൾ ആനയെ കാണുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, സാധിക്കാവുന്ന വ്യക്തികളെയും സാധനങ്ങളെയും കുത്തി മലർത്തി നീ നശിപ്പിക്കണം എന്ന്. ഞാൻ പറയുന്നത് ആന കേൾക്കില്ല, എന്നാലും എനിക്കൊരു ആഗ്രഹം. ആ ആനയ്ക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ആ വെടിമരുന്നുകൾ ഓരോന്നും കോമ്പറ്റീഷനാണ്. അമ്പലത്തിൽ വെടിക്കെട്ട് ആനയുമില്ലാത്ത അമ്പലത്തിലേക്ക് അനവധി സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അവിടേക്ക് ആൾക്കാർക്ക് ഒരു ക്ഷാമവും ഇല്ല. അവിടെ ക്ഷേത്രകലകള്, ക്ഷേത്രവാദ്യങ്ങള്, എത്ര തരത്തിലുള്ള ക്ഷേത്രകലകളാണുള്ളത്, എത്ര തരത്തിലുള്ള ക്ഷേത്രവാദ്യങ്ങളാണ്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നന്മകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുമുണ്ട്. ചിലതെല്ലാം ഞാൻ മഴവിൽ മനോരമ എന്ന ചാനലിൽ കാണാറുണ്ട്. എന്ത് രസാ കാണാൻ! ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വിറങ്ങലിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന നന്മകളുടെ പൂർവിക പൈതൃകമായിട്ടുള്ള കലകളുണ്ട്. അവയെല്ലാം ആ പ്രദേശത്തുള്ളവർക്ക് കാണിക്കാൻ പറ്റുന്ന സ്ഥലമാകുന്നതിന് പകരം ആൾക്കാരെ വരുത്താൻ വേണ്ടിയിട്ട് ആ വെടിക്കെട്ട് എന്നൊരു അമ്പലത്തിലെ ആൾക്കാർ എന്നോട് പറയുകയുണ്ടായി. ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു,
ഈ ലക്ഷങ്ങളുടെ വെടിക്കെട്ട് നടത്തിയിട്ട് ആൾക്കാരെ വരുത്തുന്നതിന് പകരം അതിൻ്റെ 1% എമൗണ്ട് ഉണ്ടെങ്കിൽ അര പെഗ് വെച്ച് കൊടുത്താൽ ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ വരും. ആൾക്കാരെ വരുത്തലല്ല അമ്പലത്തിലെ ലക്ഷ്യം, അമ്പലവുമായി ബന്ധപ്പെട്ടവരെ വരുത്തലാണ്. അമ്പലത്തിൻ്റെ ഈശ്വരീയ സാന്നിധ്യത്തിന് അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര കലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്ര സാഹിത്യങ്ങൾ, ക്ഷേത്ര കായികങ്ങൾ, ക്ഷേത്രത്തിലെ അന്തരീക്ഷം, ഇതിനെല്ലാത്തിനും യോജിച്ച മനസ്സുള്ളവർ വരേണ്ട സ്ഥലമാണ് അവിടെ. ഹോട്ടലിലേക്ക് ആൾക്കാർ പോകുന്നത്, ഹോട്ടലിൽ വിശക്കുന്നവർക്ക് പറ്റിയ ആഹാരം ഉണ്ടെങ്കിൽ അവിടെ പോവുക. സിനിമാ തിയേറ്ററിലേക്ക് ആൾക്കാർ പോകുന്നത് അവർക്ക് കാണാൻ യോജിച്ച സിനിമ ഉണ്ടാവുമ്പോഴാണ്. വില്ലേജ് ഓഫീസിലേക്ക് അവർ പോകുന്നത് സിനിമ കാണാനല്ല, വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. പഞ്ചായത്ത് ഓഫീസിലേക്ക് അവർ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ്. ഒരു സ്റ്റേഷനറി കടയിലേക്കും വെജിറ്റബിൾ ഷോപ്പിലേക്കും മാർക്കറ്റിലേക്കും ആൾക്കാർ പോകുന്നത് അതാത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതേ ഉദ്ദേശമാണ് നമുക്ക് സ്പെസിഫിക്കലി ക്ഷേത്രവുമായിട്ട് ആത്മീയതയും സാമൂഹിക കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളും ദൃഢമാക്കുക എന്ന ഒരു പ്രത്യേക ലക്ഷ്യം അമ്പലത്തിനുണ്ട്. ആ അമ്പലത്തിനകത്ത് അത് മാത്രമേ ആവശ്യമുള്ളൂ. അതനുസരിച്ച് വരുന്നവർ വന്നാൽ മതിയല്ലോ, ഇല്ലേ? അപ്പോൾ അമ്പലത്തിലെ ആനകളോട് കാണിക്കുന്ന ക്രൂരത. അടുത്ത കാലത്ത് തൃശ്ശൂർ ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ ഒരു പാപ്പാൻ ആനയെ 1/2 മണിക്കൂർ ഇട്ട് അടിക്കുന്ന കണ്ടു. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ആ ആന ആ പാപ്പാനെ കുത്തിക്കൊന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന്. അപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് ആനയോട് പെരുമാറുക, ഇത്രയും വൃത്തികേടായിട്ട് അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാക്കാൻ വെടിക്കെട്ട്. ശരിക്കൊരു കെമിസ്ട്രി അറിയാവുന്ന വ്യക്തിയോട് ചോദിച്ചാൽ അറിയാം, ഈ ഫോസ്ഫറസ് ഓക്സൈഡ്, പെൻഡോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, സെലീനിയം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, ഇത്രയും വളരെ പോയ്സണസ് ആയിട്ടുള്ള മെറ്റീരിയൽ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യാം. പരിശുദ്ധമായ അമ്പലത്തിൽ നിന്ന് തന്നെ ഇപ്പൊ കുറെ പള്ളിയിലും തുടങ്ങിയിട്ടുണ്ട് ആ വെടിക്കെട്ട് കൊണ്ട് അന്തരീക്ഷം മലിനീകരിക്കാം. പിന്നെ ക്ഷേത്രങ്ങൾക്ക് ചേരാത്ത അനവധി കലകള്, ഏതെല്ലാം വികൃതമായിട്ടുള്ള കലകള്, ആ കലകള് അടിച്ച് കലക്കി കർണകഠോരമായ ശബ്ദവും ദൃശ്യവും കണ്ട് അടുത്ത കാലത്ത് കാക്കനാട് ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ആൾക്കാർ പറയുകയുണ്ടായിരുന്നു, സാറേ ഇന്നലെ ഇവിടെ ഒരു ബ്രേക്ക് ഡാൻസ് നടന്നു, അണ്ടർവെയർ മുതൽക്ക് പെൺകുട്ടികളുടെ കാണിച്ചുകൊണ്ട് അമ്പലത്തിൽ ബ്രേക്ക് ഡാൻസ് നടന്നത് എന്ന്. വളരെ തുറന്ന വന്നവര്, അവരത് കാണാൻ വന്നതല്ല, അവർ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ കണ്ട കാഴ്ച അവർ പറഞ്ഞത്. ഇത് അമ്പലത്തിന് വേണോ? ആൾക്കാർ അമ്പലത്തിലെ പലതും സ്പോൺസർ ചെയ്യാനുണ്ടെന്നുള്ള പേരിലാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഇപ്പൊ ആനയും വെടിക്കെട്ട് അമ്പലത്തിലെ കല. പിന്നെയും ഉണ്ട് അമ്പലത്തിലെ അന്നദാനം മഹാദാനമല്ല. ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യോജിക്കാത്ത, അർഹിക്കാത്ത, ആഗ്രഹമില്ലാത്ത, വേണ്ടാത്ത വ്യക്തികൾക്ക് എന്ത് കൊടുത്താലും അത് അപാത്രദാനമാണ്. അനുയോജ്യമല്ലാത്ത പാത്രത്തിലേക്ക് കൊടുക്കല. വിശക്കുന്നവന് ചോറ് കൊടുക്കണം, രോഗിക്ക് മരുന്ന് കൊടുക്കണം, അനാഥന് സനാഥത്വം കൊടുക്കണം, വൃദ്ധന് ആശ്വാസം കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് വൃദ്ധൻ ആശ്വാസമാണ് കൊടുക്കേണ്ടത്, വിശക്കുന്നവന് ചോറാ കൊടുക്കേണ്ടത്. അമ്പലത്തിൽ വന്ന് അന്നദാനത്തിൻ്റെ പേരിൽ ചോറ് കഴിക്കുന്നതിൽ 99% വ്യക്തികൾക്കും വീട്ടിൽ ഇഷ്ടംമാതിരി തിന്നാനുണ്ട്. അവരൊന്നും ആ ചോറിന് അർഹതയുള്ളവരല്ല. കുന്നംകുളത്ത് അടുത്തൊരു അമ്പലത്തിൽ ഞാനിത് പറഞ്ഞപ്പോൾ ആ അമ്പലത്തിലെ വ്യക്തികൾ എന്താ ചെയ്തത്? ഭാഗവതം നടക്കുമ്പോൾ ആ ഭാഗവതം കേൾക്കാൻ വരുന്ന 10-50 പേർക്ക് അമ്പലത്തിൽ ഭക്ഷണം കൊടുക്കും. ബാക്കി 10, 150, 200 പാക്കറ്റ് ചോറ് അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലെ പാവങ്ങൾക്ക് നേരത്തെ ആശുപത്രി സൂപ്രണ്ടിനെ അറിയിച്ച് പെർമിഷൻ മേടിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കും. എത്ര നല്ല പുണ്യമായിട്ടുള്ള കർമ്മ. ഇപ്പോൾ വളരെ ചെങ്ങന്നൂര് അടുത്ത കാലത്തൊരു പ്രഭാഷണത്തിന് പോയി, NSSന്റെ അമ്പലത്തിലാണ്. ഇപ്പൊ NSSലെ പ്രസിഡന്റ് പറയാ, വേറൊരു വികൃതമായിട്ടുള്ള ആചാരവും കൂടി ഇപ്പൊ ഉണ്ട് സാറേ. ഭർത്താവ് വീട്ടിൽ സുഖമായിട്ട് ആഡംബരത്തോടുകൂടി താമസിക്കാം, ഭാര്യയ്ക്ക് ചോറ് വയ്ക്കാനും വയ്യ. അപ്പൊ അമ്പലത്തിലേക്ക് പാത്രം കൊണ്ടുവന്ന് ഭാര്യ അമ്പലത്തിൽ നിന്ന് ഊണ് കഴിക്കും, പിന്നെ പാത്രത്തില് അവര് ചോറും കറിയൊക്കെ ഭർത്താവിന് വീട്ടിലുള്ളവർക്ക് കൊണ്ടുപോയി കൊടുക്കും.
ശരിക്കും ഇവരൊക്കെ അനുഭവിക്കുന്ന നരകത്തിൻ്റെ പേരാ കുംഭിപാത നരകം. അമ്പലത്തിലേക്ക് ഒന്നും കൊടുക്കാതെ, അമ്പലവുമായിട്ട് ഒരു ബന്ധമില്ലാതെ, അമ്പലത്തിലെ കാര്യങ്ങളിൽ സഹകരിക്കാതെ, അമ്പലത്തിലെ പുനരുദ്ധാനത്തിനോ മറ്റുള്ളതിനോ പ്രവർത്തിക്കാതെ, അമ്പലത്തിൽ നിന്ന് ചോറ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കുക. അത് അമ്പലത്തിൽ പറ്റാവുന്നിടത്തോളം കഴിക്കുക. അമ്പലക്കാരാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ വേണ്ടത് കഞ്ഞി വീഴ്ത്തലാണ്, അമ്പലത്തിൽ വേണ്ടത് പഞ്ചശുദ്ധിയോട് കൂടിയുള്ള കാര്യങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അമ്പലം വിദ്യക്കുള്ളൊരു കേന്ദ്രമാണ്, വിദ്യ കൊടുക്കാനുള്ളൊരു കേന്ദ്ര, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനുള്ള ഒരു കേന്ദ്രമാണ് അമ്പലം. സംഘടന കൊണ്ട് ശക്തരാകാനുള്ള ഒരു കേന്ദ്രമാണ് അമ്പലം. സംഘടന കൊണ്ട് ശക്തരാകാനുള്ള ഒരു കേന്ദ്രമാണ് അമ്പലം. ആ അമ്പലത്തിലും ചുറ്റുമുള്ളവർക്ക് പരസ്പരം സംഘടിച്ച് സനാതന ധർമ്മത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പരസ്പര സഹായത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമാണ് അമ്പലം. വാണിജ്യ വ്യവസായങ്ങൾ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് വരണം. അമ്പലത്തിലെ ഉത്സവങ്ങളുടെ സമയത്തെ ചുറ്റുപാടും ചെറുകിട വ്യവസായങ്ങളുടെ സാധനങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള കേന്ദ്രവും കൂടിയായി മാറണം. ഇതെല്ലാം അമ്പലവുമായിട്ട് ചേരുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്കെല്ലാം ആത്മീയതയുണ്ടതാനും. അതിനു പകരം നമ്മൾ ഈ ക്ഷേത്രത്തിലെ ആന, വെടിക്കെട്ട്, ആവശ്യമില്ലാത്ത കലാപരിപാടികൾ, അന്നദാനം, ഇതുകൂടാതെ ആഡംബരത്തിൻ്റെ ക്ലൈമാക്സ് 5 ട്യൂബ് ലൈറ്റ് കൊണ്ട് അമ്പലം ഭംഗിയാക്കാൻ സാധിക്കുമെങ്കിൽ 60 ട്യൂബ് ലൈറ്റാണ് ഇടുന്നത്. കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടിയാണല്ലോ ട്യൂബ് ലൈറ്റ് ഇടുക. ആ ട്യൂബ് ലൈറ്റിന് നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടുള്ള ഡെക്കറേഷൻ തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ അതിന് ഈ ആഡംബരവും ധൂർത്തും ആ കൂട്ടത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വാഴക്കൊല, അത് മൂത്ത് പഴുക്കാറായ വാഴക്കൊല കിട്ടാൻ ഇപ്പം കേരളത്തിൽ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് മാത്രമല്ല, വെള്ളായണി ക്ഷേത്രത്തിലെ ദേവി എഴുന്നള്ളുമ്പോൾ ചില വീടുകളിൽ 100ഉം 150ഉം കൊല പഴുത്ത പഴമാണ് വെക്കുക. ആ ദേവി എഴുന്നള്ളിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ പഴം തിന്നാൻ ഒരാളും ഇല്ല. 200ഉം 250ഉം രൂപ അല്ലെങ്കിൽ 300 രൂപ കൊടുത്ത് ഓരോ കൊല വാങ്ങിച്ച് അങ്ങനെ 10-50 കൊലയാണ്. ആ പഴം ഏതെങ്കിലും കടയിലുണ്ടായിരുന്നെങ്കിൽ വിശക്കുന്ന ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു. ഇത് നേരെ ഈ ദേവിയെ സ്വീകരിക്കാൻ ഇത്രയും കൊല കെട്ടി തൂക്കി അവസാനം അടുത്ത വീട്ടുകാർക്ക് കൊടുത്ത് അവരും തിന്നില്ല, കൊടുത്തവരും തിന്നില്ല, ബാക്കി കുഴിച്ചും കൂടാ. പ്രകൃതി വിഭവങ്ങൾ മനുഷ്യന് ദൈവം തരുന്നത് ദൈവത്തിൻ്റെ പേരിൽ ഇങ്ങനെ നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ പാപ്പനംകോട് ഇന്നലെ കണ്ട ഒരു കാഴ്ചയാണ്. നല്ല ചെങ്കതളി, അത് പൂ വിരിഞ്ഞിട്ടേ ഉള്ളൂ, അത് വലുതായിട്ട് പോലും ഇല്ല. അത് റോഡിൻ്റെ 2 സൈഡിൽ, അമ്പലം കിടക്കുന്നത് 4 കിലോമീറ്റർ ദൂരെയാണ്. അമ്പലത്തിലെ ദേവി എഴുന്നള്ളിക്കുന്നു എന്നുള്ള പേരിലാണ് ഈ റോട്ടിൽ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. അത് മുഴുവനും ഒടിഞ്ഞ് നശിച്ചു. അത് നല്ല രീതിയിൽ മൂത്ത് പഴുക്കാറാവുന്നതാ വെച്ചിരുന്നതെങ്കിൽ ഈ ദേവി വന്ന് പോയി കഴിഞ്ഞാൽ അതിനെ ലേലം വിളിച്ചിരുന്നെങ്കിൽ 10-200 രൂപ ഒരു കൊലയ്ക്ക് വെച്ച് കിട്ടുമായിരുന്നു. അപ്പൊ ഈ നാരായണ ഗുരുദേവൻ സർപ്പംപാട്ട് നടത്തുമ്പോൾ കരിക്കും കൗങ്ങിൻ്റെ പൂക്കിലയും നശിപ്പിക്കുന്നതിനെതിരെ പറഞ്ഞു, ഒരു പൂക്കില വെക്കുക, 2-3 കരിക്ക് ഉപയോഗിക്കുക, ദാഹിക്കുമ്പോൾ കുടിക്കാൻ, ബാക്കിയുള്ളത് തിളപ്പിച്ചാറ്റിയ വെള്ളം തലയിലേക്ക് ഒഴിക്കാൻ ഉപയോഗിക്കാനാ ഗുരുദേവൻ പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റുള്ളവർ പലരും ഇത് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നാരായണ ഗുരുദേവന്റെ കർമ്മമണ്ഡലത്തിലുള്ള ഈഴവ സമുദായം തന്നെ ഗുരുദേവൻ പറഞ്ഞതിന് എതിരെ ചെയ്യുന്ന കാഴ്ച എല്ലായിടത്തും കാണാൻ സാധിക്കും. ഇത് ഞാനൊരു ശരിക്കു പറഞ്ഞാൽ ഭാരതത്തിൽ ജനിച്ച ഋഷിവൈദ്യന്മാരിൽ ഈ 3 സന്ദേശങ്ങൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന വേറൊരു ഋഷിവൈദ്യനില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അത് അമ്പലത്തിലും പുറത്തും. സംഘടന കൊണ്ട് ശക്തരാവുക, അമ്പലത്തിലും പുറത്തും. വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാവുക, അമ്പലത്തിന് പുറത്ത്. ഇപ്പം നമ്മുടെ പൈതൃകത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് കുറേ യുവാക്കള്, ചെറുപ്പക്കാര് പലരുടെയും അടുത്ത പിച്ചതണ്ടി വണ്ടിയും കാറും നിർത്തി ബലാത്കാരമായിട്ട് സംഭാവന പിരിച്ച് ആ പൈസ കൊണ്ട് തിന്നാൻ ധാരാളമുള്ളവർക്ക് അന്നദാനം കൊടുക്കാം. അത് കുറേയധികം യുവാക്കളുണ്ട്. ഈ കയ്യിൽ രാഖി കെട്ടി ഹിന്ദുത്വ സ്പിരിറ്റ് എല്ലാം ഉണ്ടായിട്ട് എല്ലാ വിഭാഗത്തിലും പെടുന്നവർ അതിലുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെടുന്നവരുണ്ട്.
ഹിന്ദു ധർമ്മത്തിൻ്റെ ABCD പഠിക്കണമെന്ന് ആഗ്രഹമില്ല. അമ്പലം എന്താണെന്നോ അത് എന്തിനു വേണ്ടിയാണെന്നോ അറിയണമെന്ന് ആഗ്രഹമില്ല. ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഒരല്പം പോലും അറിഞ്ഞൂടാ. ഈ തിന്നാനുള്ളവർക്ക് തിന്നാൻ കൊടുക്കലും വെടിക്കെട്ടും ആനയും അമ്പാരിയും ലക്ഷറിയസ് ആഡംബരവും അമ്പലം അടിച്ചു പൊളിച്ച് ഒരു 10 ദിവസം വെള്ളോടിയും ഇതാണ് ഹിന്ദു ധർമ്മം എന്ന് ധരിച്ച രീതിയിലായി പിള്ളേര് പ്രവർത്തിക്കുന്നത്. അവരുടെ അത്യാഗ്രഹവും അവരുടെ വാശിയും ജയിപ്പിക്കാനുള്ളതെല്ലാം കാണുമ്പോൾ ഹിന്ദു ധർമ്മം ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്നുള്ള ധാരണയിൽ അവരിതൊക്കെ ചെയ്യുന്നത്. ശരിക്ക് ഹൈന്ദവ പൗരാണിക ക്ഷേത്ര ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേരെ വിപരീതമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയാൻ ഈ ഭാരതീയ പൈതൃകം കുറേ കാലം നോക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അതേപോലെ അമ്പലം നന്നാക്കുമ്പോൾ ഇപ്പോൾ ദേവപ്രശ്നം ഏറ്റവും കൂടുതൽ നോർത്ത് കേരളയിലാണ്. ഇടതുപക്ഷം കൊടികുത്തി വാഴുന്ന പുരോഗമനവാദിയും യുക്തിവാദിയും ജീവിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ദേവപ്രശ്നം. പ്രശ്നം എന്താണെന്ന് പോലും അറിയാത്തവര് അമ്പലത്തിലെ തന്ത്രിമാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റില് കമ്മീഷൻ വ്യവസ്ഥയിൽ പോലും 5 ലക്ഷത്തിൻ്റെയും 8 ലക്ഷത്തിൻ്റെയും ചാർത്ത് കൊടുക്കുക. കുറച്ചൊക്കെ ജ്യോതിഷം നോക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാറുണ്ട്, ഈ പ്രശ്നം വെക്കൽ റിപ്പീറ്റബിൾ അല്ല, റീപ്രൊഡ്യൂസബിൾ അല്ല, സയൻറ്റിഫിക്കൽ അല്ല. അത് യൂസ്ഫുൾ ആക്കാം. നമ്മുടെ പരിമിതമായ റിസോഴ്സിനകത്തുകൊണ്ട് ഒരു ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതിന് വേണ്ടി ചെയ്യാം. പക്ഷെ ഇപ്പം അതല്ല സംഭവിക്കുന്നത്. ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയുടെ ചാർട്ട് ജ്യോതിഷനെ കൊടുക്കുക. അമ്പലം നന്നാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ അനിഷ്ടമോ നോക്കണം. അമ്പലം ദൈവത്തിന് വേണ്ടിയിട്ടല്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാൻ ഈ ജ്യോത്സ്യനാണോ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്? നല്ല രീതിയിൽ അമ്പലം അങ്ങോട്ട് ഭംഗിയാക്കി റിനോവേറ്റ് ചെയ്യണം. അതിനെന്തിനാ ജ്യോത്സ്യൻ്റെ പ്രശ്നം വിധി നോക്കുന്നത്? 10-15 പേർക്ക് 10-20 അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ ആൾക്കാർ പ്രശ്നം വെച്ചിരുന്നത്. 10-15 പേർക്ക് 10-20 അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അഭിപ്രായത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ളവർ പ്രശ്നം വെച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം വെക്കുക. അതും പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ ജ്യോത്സ്യന്മാരെ, മുറിവൈദ്യന്മാരെ പോലെയുണ്ട്. ഒരാൾ പ്രശ്നം വെച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ വിളിച്ച് പ്രശ്നം വെച്ചാൽ ആദ്യം പറഞ്ഞ ആളും രണ്ടാമത്തെ പറഞ്ഞ ആളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അത് അവരുടെ തെറ്റല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രശ്നം വെക്കൽ റീപ്രൊഡ്യൂസബിൾ അല്ല, റിപ്പീറ്റബിൾ അല്ല. വ്യക്തികളുടെ കാര്യത്തിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്, അമ്പലത്തിലെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വ്യക്തികൾക്ക് അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അമ്പലത്തിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവ്. അതാണ് ചില അമ്പലങ്ങളിലൊക്കെ സ്വർണ്ണക്കൊടിമരം വെക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ആ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ 10 പേർ ആ സ്വർണ്ണക്കൊടിമരത്തിന് വേണ്ടി വരുന്ന എമൗണ്ട് ബാങ്കിലിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിരുന്നെങ്കിൽ ആ പ്രദേശത്ത് ഓരോ ആഴ്ചയിലും മെഡിക്കൽ ക്യാമ്പ് നടത്താം. അവിടെയുള്ള ഹിന്ദു കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം കൊടുക്കാം, യൂണിഫോം കൊടുക്കാൻ സാധിക്കും, ദരിദ്രന്മാർക്ക് സഹായിക്കാൻ സാധിക്കും. അമ്പലത്തിൽ മാസത്തിലൊരിക്കൽ കുറേ പാവപ്പെട്ടവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കും. ഈ സ്വർണ്ണക്കൊടിമരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ. ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തിലും ഈ സ്വർണ്ണക്കൊടിമരം ഇല്ല, ഇത്രയും ആനയില്ല, വെടിക്കെട്ടില്ല, ദേവപ്രശ്നമില്ല, അതുപോലെ തന്നെ കരിം പച്ച വാഴ കൊണ്ടുവയ്ക്കലില്ല, ഇത്രയ്ക്കും ആഡംബരമൊന്നുമില്ല. കേരളത്തിൽ മാത്രം സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോൾ ഓരോരുത്തരും ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും സ്പോൺസർ ചെയ്യുക. ആനകളെയും അതുപോലെ അന്നദാനവും. അർഹിക്കാത്ത വ്യക്തികൾക്ക് അപാത്രദാനത്തെ പോലെ പാപം വേറൊരു പാപം ഇല്ല. ഞാൻ പറഞ്ഞ വരിയല്ല, ദേവാൻ ഭാവയദാനേന യോ ദേവ ഭാവയന്തോഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാൻ യോ ഭുക്തേസ്തേന ഏവ സഹ. ഈ വരികൾ ഭഗവത്ഗീതയിലുള്ളതാണ്. അമ്പലത്തിലേക്ക് ഒന്നും ചെയ്യാത്തവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിച്ച് കഴിച്ചാൽ അവനെ കള്ളൻ എന്നാ പറയുന്നത് എന്ന് ഭഗവാൻ കൃഷ്ണന്റെ വരികളാണ്. ഭഗവത്ഗീതയിലെ 16-17 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അപാത്രദാനം, താമസിക ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ വാക്കുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ അടിച്ചു പൊളിച്ച് സിനിമാറ്റിക് ഡാൻസും ആനയും വെടിക്കെട്ടും വേണ്ടാത്തവർക്ക് അന്നദാനവും പച്ച വാഴ വെക്കലും ക്ഷേത്ര സംസ്കാരത്തിന് ചേരാത്തതുമായിട്ടുള്ള കർമ്മങ്ങൾ കോടികളുടെ രൂപ മുടക്കിയിട്ട് അമ്പലത്തിന് വേണ്ടാത്തത് ചെയ്യലല്ല. അമ്പലത്തിൻ്റെ പുനരുദ്ധാരണവും ഹിന്ദുവിൻ്റെ ഏകീകരണവും ഹൈന്ദവ ജനതയുടെ നവോത്ഥാനവും
പഠിക്കുക, അമ്പലത്തിൻ്റെ സംസ്കാരം പഠിക്കുക, ഭാരതീയ പൈതൃകം പഠിക്കുക, വേദങ്ങളും രാമായണങ്ങളും മഹാഭാരതവും പുരാണങ്ങളും പഠിക്കുക, നന്മ നിറഞ്ഞ രീതിയിൽ അത് പ്രചരിപ്പിക്കുക. ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായി മാറണം ഓരോ അമ്പലവും. ഓരോ അമ്പലവും ഹിന്ദു ധർമ്മത്തിൻ്റെ ക്ഷേത്രമാകണം. നിങ്ങൾക്ക് അമ്പലത്തിലൂടെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സർവ്വ CD-കളും DVD-കളും പുസ്തകങ്ങളും മെമ്മറി കാർഡുകളും പെൻഡ്രൈവുകളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നിങ്ങളുടെ അടുത്തെത്തിക്കാൻ തയ്യാറാണ്. അതിന് കോപ്പിറൈറ്റ് ഇല്ല. അമ്പലത്തിൽ നിന്ന് അത് കോപ്പിയെടുത്ത് അമ്പലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർക്ക് പ്രസാദമായിട്ട് പെൻഡ്രൈവുകളും മെമ്മറി കാർഡുകളും പുസ്തകങ്ങളും CD-കളും DVD-കളും വേദത്തിൻ്റേത് ഉൾപ്പെടെ കൊടുക്കുക. നമ്മുടെ അമ്പലങ്ങളെ വേറെ ഒരു കേന്ദ്രമാക്കാം. ആത്മീയത, താത്വികമായ ആത്മീയതയും പ്രായോഗിക ആത്മീയതയും സാമൂഹികതയും പഠിപ്പിക്കാനുള്ള കേന്ദ്രമാക്കി നമുക്ക് മാറ്റാം. ഇത് ഞാൻ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരോടും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകരോടും RSSകാരോടും യുവാക്കളോടും അതുപോലെ INTUC-യിലെ പ്രവർത്തകരോടും DYFIക്കാരോടും AIYFകാരോടും എല്ലാ യുവാക്കളോടും പറയുന്നു, നിങ്ങളുടെ ആവേശം പഠിപ്പിക്കാൻ, ആചരിപ്പിക്കാൻ, അനുഷ്ഠിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമാക്കി നമ്മുടെ ക്ഷേത്രങ്ങളെ മാറ്റാൻ സാധിക്കട്ടെ. അന്ധവിശ്വാസവും ദുരാചാരവും അനാചാരവും ഇല്ലാതെ ആയിരക്കണക്കിന് നാളികേരം ഗണപതി ഹോമത്തിൻ്റെ പേരിൽ അഗ്നിയിൽ കത്തിച്ച് കളയാതെ 8 നാളികേരം ഉപയോഗിച്ചുള്ള ഗണപതി ഹോമം മറ്റുള്ളതെല്ലാം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അകറ്റി സദാചാരങ്ങളും നന്മകളും ക്ഷേത്രത്തിലൂടെ പ്രചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.